ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഫ്രെയിം കാണാൻ പോയ ബ്ലോഗ് ആട്ടോ. അത് നമ്മൾ ഷോർട്സിലാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ കുറേ ആൾക്കാർ ലിഫ്റ്റിലൊക്കെ പോകുന്നുണ്ട്. ബട്ട് ഞങ്ങൾ സ്റ്റെപ്പിലാണ് പോയത്. 3 പേരൊക്കെ വെച്ചിട്ട് അതിൽ കൊണ്ടുപോകണുള്ളൂ. പക്ഷെ അത് പുറത്തുനിന്ന് കാണുമ്പോൾ അത്ര വലിയ ഇതായിട്ടൊന്നും തോന്നില്ല. പക്ഷെ ഉള്ളിൽ ഭയങ്കര വലുതാണ്, നിറച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അതാ ഞങ്ങളുടെ അതിൻ്റെ മുകളിൽ എന്ന് പറയുമ്പോൾ അവിടെ ഭാവിയിൽ ദുബായ് എങ്ങനെ ഉണ്ടാവും അങ്ങനത്തെ ഒക്കെ ഇതാണ് അവിടെ ഉള്ളത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിറങ്ങിയപ്പോൾ ഒരു റോബോട്ടിനുണ്ടായിരുന്നു അവിടെ. നമ്മൾ ബിഗ് ബോക്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ വീഡിയോ എടുക്കുമ്പോഴാണ് ഒരു മുകളിൽ കൂടി ഒരു മീൻ പോലത്തെ ഒരു സാധനം, അപ്പോൾ ഒരു ബലൂണ് അങ്ങനത്തെ ഒക്കെ നമുക്ക് തോന്നും. പിന്നെ അങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്ര ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് വിചാരിക്കും. പിന്നെ അവിടെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു, അതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രെയിമിൽ പോയപ്പോൾ അതിൻ്റെ മുകളിൽ ചില്ലുപാലാണല്ലോ. ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് അത്ര ഇങ്ങനെ നല്ല ഹൈറ്റ് ഉണ്ട്. ഞങ്ങൾ കയറുന്നുള്ളതാണ്. ഞാൻ കയറിയിട്ടോ, കാശിക്ക് ഞാനൊക്കെ കയറി. അമ്മയ്ക്ക് പിന്നെയും കുഴപ്പമില്ല. അമ്മമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. അമ്മമ്മ ഒരു കാല് ചില്ലുമരം മറ്റേ കാല് പുറത്ത് വെച്ചിട്ടാണ് ഞാൻ പേടിയായിട്ട്. പിന്നെ അതേമാതിരി തന്നെ അവിടുത്തെ പുറത്തത്തെ വ്യൂ അടിപൊളിയാണ്. അതുപോലെ ഗാർഡനൊക്കെ സെറ്റാണ്. ഞങ്ങൾ കുറച്ച് നേരം ഗാർഡനെ നോക്കി നിന്നുണ്ടാവും. പിന്നെ അവിടെ ഒരു വെള്ളം അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഫ്രെയിമിൻ്റെ ഇത്ര ഹൈറ്റേക്ക് ആ ടൈമിൽ പോകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ചെറിയ ഇഷ്യൂ ഉണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ പറയണത്. അപ്പോൾ ഇതാട്ടോ അവിടുത്തെ വ്യൂസ്. അതൊക്കെ ഞങ്ങൾ ഉള്ളിൽ കയറി. ഇതാട്ടോ ഫ്രെയിമിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതാണിത്. ഇതാട്ടോ ഉള്ളത്തെ വ്യൂ എന്ന് പറയണത്. ഉള്ളത്തെ വ്യൂ പറയുമ്പോൾ ഞങ്ങൾ എൻട്രി ചെയ്യണതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എസ്കലേറ്ററിൽ കയറിയിട്ട് മുകളിൽ ചെന്നപ്പോൾ പണ്ടത്തെ ഇതുണ്ടല്ലോ, അവിടുത്തെ പണ്ടത്തെ അതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ എനിക്ക് അധികമായിട്ടൊന്നുമില്ല, നമ്മളെ കേരളത്തിലുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ഇങ്ങനെ മഞ്ഞൾ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ കുറേ പാത്രങ്ങൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ അല്ലേ, നമ്മുടെ കേരളത്തിലുള്ള പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അവിടെ പഴയ ഡ്രസ്സ് കാര്യങ്ങൾ, പിന്നെ കുറേ പാത്രങ്ങൾ, പിന്നെ ഇതാ മഞ്ഞൾ, പിന്നെ നാരങ്ങ ഉണക്കിയത് അങ്ങനത്തെയൊക്കെ ഇതുണ്ടല്ലോ, അതൊക്കെയാണ് അവിടെ ഉള്ളത്. അതൊക്കെ ഇങ്ങനെ മുമ്പ് പോയപ്പോഴാണ് അവിടുത്തെ പണ്ടത്തെ വീഡിയോസ്, ഫോട്ടോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ലിഫ്റ്റ് മുകളിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ചെവിഞ്ഞ അടയും ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഹൈറ്റിക്ക് പോവല്ലേ, അപ്പോൾ ഇതിങ്ങനെ ചെറുതായി ഇങ്ങനെ വരും. പിന്നെ ഞങ്ങൾ അവിടെ ചില്ലുപാലത്തിലെത്തിയിട്ടുള്ള വീഡിയോ ഇട്ടത്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇതാണ് അടിയത്തെ വ്യൂ ഉണ്ടോ. കാശിക്ക് ഇങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്കും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, അമ്മയ്ക്കും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അമ്മമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറേ ഞങ്ങളിങ്ങനെ ഇക്കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു, കുറേ വീഡിയോസ് എടുത്തു, ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഇത് നോക്കിയാൽ ഇതാണ് ഞങ്ങളെ ഓൾഡ് ദുബായ്. നമുക്ക് ന്യൂ ദുബായ് അങ്ങനെ 2 രീതിയിൽ കാണാൻ പറ്റും. ഇപ്പുറത്തെ സൈഡ് ഓൾഡ് ദുബായ്, അപ്പുറത്തെ സൈഡ് ന്യൂ ദുബായ്, അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഓൾഡ് ദുബായ്, ന്യൂ ദുബായ് കാണിച്ചില്ല. അവിടെയാണ് നമ്മൾ ബുർജ് ഖലീഫ, അതൊക്കെ ന്യൂ ദുബായിലാണുള്ളത്. കണ്ടോ, ഇതാണ് ന്യൂ ദുബായ്. കുറച്ചും കൂടി നല്ലതായിട്ട് ന്യൂ ദുബായ് ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു. കുറേ നേരം ബുർജ് ഖലീഫിനെ തന്നെ ഞങ്ങൾ കുറേ നേരം എടുത്തിട്ടുണ്ടാവും. രസമല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ സൂം ചെയ്തൊക്കെ നോക്കുക, അതൊക്കെയായിരുന്നു ഞങ്ങളെ പണി. അവിടെ നിന്ന് അടിയിലേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ അടിപൊളിയാണ്. കണ്ടോ, അടിപൊളിയാണ്. നമ്മൾ കാറൊക്കെ ചെറിയ നമ്മളെ കളിക്കുന്ന കാറുണ്ടാവല്ലോ, അതേമാതിരി നമ്മൾ ആൾക്കാരൊക്കെ ചെറിയ ആൾക്കാരെ മാതിരി അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് തോന്നുക. പിന്നെ ഇതാട്ടോ അവിടെ കുറേ കടാള് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഞങ്ങൾ ബുർജ് ഖലീഫിനെ സൂം ചെയ്ത് നോക്കിയാട്ടോ. ഇതൊക്കെ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. റീഡിൻ്റെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ ഈ ഫ്രെയിമില്ലേ, നമ്മൾ ഈ സൺലൈറ്റും ഫ്രെയിമിൻ്റെ ഇതും കൂടി ഇങ്ങനെ തട്ടുമ്പോൾ ഗോൾഡൻ
കളറിങ്ങനെ എടുത്ത് കാണിക്കും. ഭയങ്കര അടിപൊളിയെന്ന് കണ്ടു, അടിപൊളിയാണ്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറേ പൂക്കളൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്ന് കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നൈറ്റ് വ്യൂ ആണ് അവിടുത്തെ, അടിപൊളി. നൈറ്റാണ് അവിടെ ശരിക്കും പോകേണ്ടത്. രാവിലെ രസമാണ്, ബട്ട് നൈറ്റ് ആകുമ്പോൾ വേറെ രസമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴുള്ള വ്യൂ ആട്ടോ, ഞങ്ങളിങ്ങനെ പോവുന്നപ്പോൾ ഫ്രെയിം ഇങ്ങനെ കണ്ടപ്പോൾ വീഡിയോ എടുത്താണ്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ അവിടുത്തെ എയർപോർട്ട്. നമ്മളെ ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ നിർത്തി കാണുമ്പോൾ അടിപൊളിയല്ലേ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും